Why easy, I suppose. Palakkad. Three of you from Palakkad. You are from Palakkad. You understand Tamil? A little bit, okay. So, English is fine. So, I'm Abhiram, nephew of Shanti Prasad. Gonna deal with a few mantras. So, what exactly is a mantra? Any idea? Can I have your names before that? Chitra, Honey, how sweet. Vinod, Pradeep, Shiva, Kambali. What? Ambali. Okay. Meera. Ah, beautiful. Gayatri, again, we're gonna deal with it today. Kumara Gurupan, Subramania, Sripala. So, Hani ji, Pradeep ji, Vinod ji, Shiva ji, Ambili, Meera ji, Meenakshi, Gayatri, and Kumara Gurupan. Right? Yeah, wow. So, what exactly is a mantra? I'm returning to the question. What exactly is a mantra? Any idea? I've heard of mantra before. Heard the term mantra before. Yeah. So mantra is actually a combination of two sounds, two words, man and try. So the idea, the expression of mantra is manana trayate iti mantra. So man is manas, the mind, and try means to overcome. Manana trayate iti mantra means that which helps you to overcome the vagaries of mind. Is that very simple? So it could be a focus point. There are different kinds of mantra used for different purposes. Now we will be dealing with mantras that deal with concentration, focus, and dhyana. To name a few, we have Ucharana mantras, we have Avahana mantras, we have a lot of different types of mantras. But we are going to deal with a few mantras, they're called the Dhyana mantras, which helps you in the process of meditation to become quite meditative. So what does mantra do to a person? What exactly does it, what is the purpose of a mantra? The purpose of a mantra is, there are different purposes, but still, here it is to protect you from the vagaries of mind. The mind has its own chattering, different types. So to silence the mind, we approach a sound which is made of certain syllables. മനസ്സിലാകരുതാ மீராமா மனசிலாகிறதா மந்திரம்ங்கிறது நம்ம மனசை நம்ம எப்படி தாண்டணும் മനസ്സുക്ക് ഡിഫറെൻ്റാ இருக்கிற ഒരുപാട് മനസ്സിന് കുറേ വേഗറീസ് ഉണ്ട് ആ സംഭവങ്ങളിലൂടെ നമുക്ക് എങ്ങനെ നമുക്കതിനെ മറികടന്ന് വരാം എന്നുള്ളതിനുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് സൗണ്ട്. ഈ മന്ത്രങ്ങൾക്ക് തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മന്ത്രമുണ്ട്. ആ മന്ത്രങ്ങളിൽ ധ്യാനം ഉൾപ്പെടും, ധ്യാനമന്ത്രം ഉൾപ്പെടും, ബീജമന്ത്രം ഉൾപ്പെടും, ഉച്ചാടന മന്ത്രം ഉൾപ്പെടും, ആവാഹന മന്ത്രം ഉൾപ്പെടും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രയോജനങ്ങൾ ഓരോ മന്ത്രങ്ങൾക്കും. അപ്പോൾ അതനുസരിച്ചുള്ള മന്ത്രമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി കാര്യസിദ്ധി മന്ത്രമുണ്ട്.
നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആ കാര്യം നമുക്ക് ഈസി ആയിട്ട് വരും, സ്വായത്തമായിട്ട് വരും. അത് ഒരു വിധി പ്രകാരം നമ്മൾ ആ മന്ത്രം ചെയ്താൽ. നമുക്കിനി ഒരുത്തന് പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മന്ത്രങ്ങളുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഒരുത്തന് പണി കൊടുക്കണം, ഒരുത്തന് നന്നാവുന്ന നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് അവൻ്റെ മുഖവും സങ്കല്പിച്ച് നമുക്ക് ആ മന്ത്രം ജപിച്ചാൽ മതി. ആ മന്ത്രത്തിൽ നമുക്ക് അവന് പണി കൊടുക്കാൻ അവൻ്റെ കുടുംബത്തോടെ നമുക്ക് പോയി കിട്ടും. ഇത് യൂസ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന മന്ത്രാസ് ഉണ്ട്. ഒരുത്തിയുടെ അടുത്തോ ഒരുത്തൻ്റെ അടുത്തോ നമുക്ക് ഭയങ്കര പ്രണയം, അവനും അവളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയത്ത് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ. അത് ചില മന്ത്രങ്ങളുണ്ട്. അത് നമ്മളിരുന്ന് ധ്യാനിച്ച് രാവിലെ ഇത്ര ഒരു പറഞ്ഞ് കുളിച്ച് വിധിപ്രകാരം നമ്മൾ ചെയ്തിട്ട് അവൻ്റെ ഫ്രണ്ടിലൂടെ നമ്മളങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇതുവരെ നോക്കാത്ത ആള് നോക്കിത്തരണം. അതിന് നമ്മൾ പറയും വശ്യമന്ത്രം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മന്ത്രാസ് ഉണ്ട്. നമ്മൾ ഡീൽ ചെയ്യുന്നില്ല, കാരണം എല്ലാ മന്ത്രത്തിനും പേർപ്പസ് മാത്രമല്ല, ചില മന്ത്രങ്ങൾക്ക് തിരിച്ചടിയുമുണ്ട്. എളുപ്പത്തിൽ കാര്യം നേടാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല, തീർച്ചയായിട്ടും ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ആ മന്ത്രം അവിടെ വർക്ക് ചെയ്യില്ല. ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ 10 പ്രാവശ്യം ചെയ്യാൻ നമുക്ക് പ്രേരിതമാവും, നമ്മളത് ചെയ്യും. സിദ്ധി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മന്ത്രാസുണ്ട്. അത് ഇത്ര വർഷം ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിദ്ധി കിട്ടും. പക്ഷെ സിദ്ധി കൊണ്ട് വലിയ പ്രയോജനമില്ല, കാരണം പൂർവ്വജന്മത്തിലെ ബ്രഹ്മഹത്യാഭാവങ്ങളാണ് നമുക്ക് നമ്മുടെ വഴിമുടക്കികളായിട്ട് സിദ്ധികളായിട്ട് വരുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ ലളിതാ സഹസ്രനാമം ആർക്കൊക്കെ അറിയാം? നമ്മൾ ലളിതാ സഹസ്രനാമം ഒരു 10 ദിവസം നമ്മൾ ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് സിദ്ധി വരും. 10 ദിവസം നിരന്തരമായിട്ട് നമ്മൾ ദേവി ധ്യാനം ചെയ്തിട്ട് ആ മന്ത്രം നമ്മൾ പറഞ്ഞു നമുക്ക് സിദ്ധി വരും. സിദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ അറിയാതെ വരും. നമ്മളറിയാതെ എനിക്കൊരു ചായ കുടിക്കണം എന്നിങ്ങനെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വിജയ് എനിക്ക് എവിടെന്നെങ്കിലും ചായ കൊണ്ടുവരും. ആരെങ്കിലും കാണണം നമ്മൾ വിചാരിച്ചാൽ അവർ നമ്മുടെ ഫ്രണ്ടിൽ വരും. അപ്പൊ ഇതൊക്കെ മന്ത്രത്തിന്റെ, പക്ഷെ നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഗോളിൽ എത്തിക്കത്തില്ല. ഇതിനകത്ത് നമ്മൾ പെടുകയും ചെയ്യും. അവസാനം സിദ്ധി കിട്ടി കഴിഞ്ഞാൽ ആ സിദ്ധി വേറൊരുത്തൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അത് വലിയൊരു പാടായിട്ട് പിന്നീട് മാറുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നിശ്ചയിച്ചിട്ട് ഈ വഴി നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. മന്ത്രത്തിനകത്ത് തന്നെ ഒരുപാട് സ്വരങ്ങളുണ്ട്. ഉദാത്തം ഒരുപാട് സ്വര പ്രക്രിയാസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ഞാൻ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പൊ ഈ മന്ത്രം എന്ന് പറയുന്നത് പല രീതിയിലും ആൾക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന certain mantras ഉണ്ട്, which will be the Gayatri mantra that I'll be teaching you right now, and some things are written in this book. Thank you. Correct mantras ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഡീൽ ചെയ്യാം. The first mantra that we're going to deal with is Om, which is known as the Pranava. നമ്മുടെ തിയറീസ് പറയുന്നത് Om is a combination of 3 different sounds, and that is A, O, and M. A denotes creation, O denotes maintenance, and M denotes annihilation or destruction. അപ്പോൾ തുഞ്ചത്താചാര്യൻ ഹരിനാമ കീർത്തനം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിനകത്ത് പറയുന്നത് പോലെ ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആംകാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. ബിഗിനിങ് ഇറ്റ് വാസ് ഓംകാര. 1 ഉണ്ടായിരുന്നു. ആ 1 2 ആയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? 3-മതൊരാളും കൂടെ വരും. ഞാനും നീയും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാളും കൂടെ വരും. നിങ്ങൾ ഇട്ടിരിക്കുന്ന വൈറ്റ് ചുരിദാർ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടാ എന്ന് ചിത്രാജി പറയുന്നു.
അപ്പൊ അവിടെ തന്നെ ബാലാജി ചോദിക്കുന്നു, എന്ത് കറുപ്പ് കൊള്ളൂല്ലേ? ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചു. ഇതിന്റെ വില എത്രയാണെന്ന് അറിയാമോ? 7000 രൂപയായി ഇതിന്റെ വില. ഒന്ന് രണ്ടായി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടെ അവിടെ വരുന്നുണ്ട്. ദ്വൈതം, ഇവിടെ വെള്ളയും കറുപ്പും വന്നപ്പോൾ ഒരാളും കൂടെ വന്നു. അയാളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അഹങ്കാരം, ഈഗോ, അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു ബോധം നമുക്ക് വരുത്തുന്നതായിട്ടുള്ള ആചാര്യനെ ഭഗവാനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു അവിടെ. നാരായണായ നമഃ. അത് ഈശ്വരോ നാരായണൻ അനന്തശായിയായ ശ്രീമദ് പത്മനാഭൻ തന്നെ വേണമെന്നില്ല, സാക്ഷാൽ വിഷ്ണു തന്നെ വേണമെന്നില്ല. ഈശ്വരവും ആദിശരൂപേണ മനുഷ്യരൂപത്തിൽ ആരെങ്കിലും നമുക്ക് ഉണർത്തി ചേർന്നത് മതി. ഇവിടെ നിനക്ക് ഭയങ്കര ഈഗോ ആണ് കേട്ടോ, നിന്റെ ഈഗോ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ദൈവം ഭഗവാനാണ്. അപ്പൊ ബിഗിനിങ് അല്ല, നമുക്ക് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് എവിടെ നിന്ന് വേണോ നമുക്ക് മെസ്സേജസ് വരും. നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തപ്പെടേണ്ടതിനാണെങ്കിൽ ഒരു മെസ്സേജ് വരും. കാരണം പണ്ടൊരിക്കൽ ഒരു കാട്ടിൽ പോയിട്ട് അങ്ങേര് ഹണ്ടിങ്ങിന് വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൽ ഒരു നല്ലൊരു തത്ത ഇരിക്കുന്നു. കൂടുള്ള തത്തകളെല്ലാം പറന്നുപോയി. ഇവൻ ആ തത്തയെ പിടിച്ച് കൂട്ടിലാക്കി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. തത്ത എന്ന് സ്നേഹം കൊടുക്കുകയാണ്. കുടിയരുതാണ്. കാട്ടിലെ പോയപ്പോൾ ഒരു കിളിയെ കടിച്ചെടുത്തു. அந்த കിളിയെ കൊണ്ടുവന്ന് അവൻ കൂട്ടിലെ പോട്ടുണ്ട് അതിലെ ரொம்ப സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അത് കിളിക്ക് സ്വർണ്ണക്കൂട്, കിളിക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. എന്തോ പറയല്ല, ബന്ധന കാഞ്ചന. അതെ, കിളികളടുത്ത് എന്നും രാവിലെ ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്, നീ ചോദിക്കുന്നത് ഞാൻ തരാം. കിളി പറഞ്ഞ്, എന്നെ ഒന്ന് തുറന്നു വിടാം, അതൊഴിച്ച് നീ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. ഇത് ഉൾപ്പെടെ ഇനി നിനക്ക് എന്തൊക്കെ സൗകര്യം ഇതിനകത്ത് വേണം അതൊക്കെ ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം കിളിയുടെ ഉള്ളിൽ ത്വര തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് പറന്ന് പോകണം, എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് ലിബർട്ടി വേണം, എനിക്ക് ലിബറേഷൻ വേണം തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പ്രകൃതി എവിടെന്നെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തേ പറ്റുള്ളൂ. புரியுறதா? அப்போ அதுக்கு ஃப்ரீடம், அதுக்கு ஒரு மெசேஜ் எங்கேயாவது பிரகிருதியில் இருந்து அன்னைக்கு கிடைக்கணும். ஸோ அப்படி இருக்கிறத இந்த കിളി, ഈ ഒരു കിളി ഒരു ദിവസം ഇങ്ങനെ വീണ്ടും കാട്ടിലേക്ക് പോവാണ്. കാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ഞാൻ എന്താ പോവാണ്, നിന്റെ ബാക്കിയുള്ള കൂട്ടുകാരെ കാണുമ്പോൾ ഞാൻ എന്ത് പറയണം, ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്, എൻ്റെ അന്വേഷണം പറഞ്ഞു, എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം, ഞാനിവിടെ ഇങ്ങനെയാണ് എന്ന് പറയണം, ഞാനിവിടെ ബന്ധസ്ഥയാണ് എന്ന് പറയണം, എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സുഖമാണോ, വിശേഷങ്ങൾ, അവർക്ക് എൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് അയച്ചു. നേരെ കാട്ടിലേക്ക് വിട്ടു. കാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ ഇങ്ങനെ അതുപോലെ ഈ കിളിയുടെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അവളോട് എന്താണ് പറയാനുള്ളത്? ചില കിളികൾ കഷ്ടം, അവളെ തുറന്നു വിട്ടുകൂടെ, അതൊഴിച്ച് എന്ത് വേണോ ചോദിക്കാം, അവളെ തുറന്നു വിടാൻ പറ്റൂല. പറഞ്ഞു, ഞങ്ങൾക്ക് സുഖമാണ്, അവൾ എന്താണ് സന്തോഷം, എവിടെയാണോ അവൾ സന്തോഷമായിട്ടിരിക്കാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഈ കിളികളെല്ലാം പറന്നു. ഈ കിളികളെല്ലാം പറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോളിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു കിളി അത് പടാന്ന് ചത്തു താഴെ. ഇങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഈ കുഞ്ഞു കിളിയുടെ അടുത്ത് പറയുകയാണ്, എൻ്റെ കിളികളെല്ലാം ഇങ്ങനെ പറഞ്ഞു, ഇതിനൊക്കെ സുഖമാണോ എന്നെല്ലാം ചോദിച്ചെല്ലാം ചെയ്തു. പക്ഷേ ഒരു കിളി മാത്രം, ഇതിൻ്റെ മുകളിൽ ഇരുന്ന കിളി നിന്റെ കാര്യം പറഞ്ഞത് ഉടനെ ചത്തു താഴെ. ഇത് കേട്ട പാടെ ഈ കൂട്ടിനകത്ത് കിടന്ന കിളി പടം അതിൽ ചത്തു താഴെ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ കിളിയെ വളർത്തിയല്ലോ, ഇത്രയും കൊടുത്തിട്ട് ജീവൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കിളിനെ എടുത്ത് ഇങ്ങനെ വെളിയിലേക്ക് ഒരു എറിഞ്ഞപ്പോൾ ആ കിളി പറന്നു പോകാൻ. സംഭവം എന്താണ്? മറ്റേ കിളി മിണ്ടാതിരുന്ന കിളി ജ്ഞാനിയാവാം, ആ കിളി
ഇതിന് മെസ്സേജ് കൊടുത്തതാണ്, ഇത് ചെയ്താൽ അവൻ എന്നെ അടുത്ത് വിളിക്കളെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടെങ്കിൽ പ്രകൃതിയിൽ ഏത് രീതിയിലും നമുക്ക് മെസ്സേജ് തന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആ മെസ്സേജസ് ഒന്നും നമ്മൾ സ്വീകരിക്കില്ല. നമുക്ക് ആ മെസ്സേജസ് ഒന്നും വേണ്ട. ഇനി ഒരു കൊച്ചു കുഞ്ഞാണ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് നീ അത്രയാ, നീ ആ എന്നെ പഠിപ്പിക്കുക, ഈ ആറ്റിറ്റ്യൂഡാണ്. ഒരു കാക്കയാണ്. കാക്കയിൽ നിന്ന് നമുക്ക് വരാം, എത്ര പേർക്ക് വഴികാട്ടിയിട്ട് വരാം. സോ മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അന്ധകരണം ശുദ്ധീകരിക്കാനുള്ള ഒരു സംഭവമാണ്. അന്ധകരണം നമുക്ക് അന്ധകരണ ശുദ്ധി നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ടു ബിക്കംസ് വൺ. നമ്മുടെ ആക്സെപ്റ്റൻസ് ലെവൽ നമുക്ക് വരേണ്ട മെസ്സേജ് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് വന്നിട്ട്, എൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് എനിക്ക് പലതിനും ഗുരു. ഞാൻ കാണാത്ത പല കാര്യങ്ങളും എനിക്ക് എൻ്റെ പട്ടി കാണിച്ചു തരാറുണ്ട്. എൻ്റെ പൂച്ച എനിക്ക് പല കാര്യങ്ങൾക്കും എനിക്ക് ഗുരുവാണ്. മെസ്സേജ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നെങ്കിൽ ഒരു ഇല പോലും, മരത്തിൽ നിന്ന് താഴെ വീഴുന്ന ഇല പോലും നമുക്ക് എന്തൊക്കെയോ പഠിപ്പിച്ചു തരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്കെന്താണ്, നമ്മൾ ടൂ മച്ച് ഓഫ് ഈഗോ ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് അക്സെപ്റ്റൻസ് ലെവൽ നമ്മൾ കൂട്ടി നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട മെസ്സേജ് നമ്മുടെ പ്രകൃതി തന്നെ നമ്മളെ സഹായിച്ച് നമ്മളെ എത്തിക്കേണ്ടടുത്ത് നമ്മളെ എത്തിച്ചോളും. അപ്പൊ മന്ത്രം അതിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മാർഗമാണ്. ധ്യാനത്തിലേക്ക് മനസ്സിനെ എത്തിക്കുന്ന ഒരു മാർഗമാണ് മന്ത്രം. അപ്പൊ നമുക്ക് ഓംകാരത്തിൽ നിന്ന് ആരംഭിക്കാം. Padmasana, Sukhasana is enough, but I want your spine to be erect. To hold the chin mudra properly. Eyes closed. The long Om as much as possible. Let the mind waver in the beginning. Forget the mind completely. Let the thoughts come. Don't worry about it. Yeah.
प्रेम पूजा शीतल देव विठ्ठल देव विठ्ठल हो देव विठ्ठल प्रेम पूजा विठ्ठल तीर्थ विठ्ठल क्षेत्र विठ्ठल तीर्थ विठ्ठल क्षेत्र विठ्ठल देव विठ्ठल देव विठ्ठल प्रेम पूजा विठ्ठल तीर्थ गबरा 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 सरा सरी गबरा सरी सरी गबरे गजरी गजरी गरी
ഏഴുമലി വന്ന് ഗോപാലൻ തുഴപ്പാടുമോ ശ്രീപാദം സേവിക്ക് ശ്രീയേഴുമലി വന്ന് ഗോപാലൻ തുഴപ്പാടുമോ நம் குறை தீர்ந்து கொன்றாடுவோம் ஸ்ரீபாதம் சேவிக்க ஸ்ரீமணி வந்து கோபாலம் துடுப்பாடுவோம் நம் குறை தீர்ந்து கொன்றாடுவோம் ശ്രീപാദം സേവിക്ക് പാപം ചെയ്താലും മന്നിക്കും മഹാരാജ മടി മീത് പടിയേറുമോ അവൻ തിരുനാമം ദിനം പാടുമോ പാപം ചെയ്താലും മന്നിക്കും മഹാരാജൻ മടി മീത് പടിയേറുമോ അവൻ മലർപാദം ദിനം കാണുമോ ഒരു കൈയിൽ തിരുശങ്ക് ഒരു കൈയിൽ ശ്രീചക്രം ഉല കാണും നായകൻ നമ്മെ കാക്കും എഴുമായവൻ ശ്രീപാദം സേവിക്ക് ഗോപാലൻ slowly and steadily take your time, open your eyes, sweetheart. How was that the experience? എങ്ങനെയുണ്ടായിരുന്നു? എപ്പടി ഇരുന്നത്? அந்த ஓம்காரம் chanting? Yeah, which means the music was really bad. Later you'll know it by yourself. I just wanted the music for you people to come back to from the dhyana or whatever personal beauty that mental room that you have entered into. I was just wanting you back from there for music. And music is not something really bad. Ready? Thank you. Enough? Oh, it took beyond. ഇന്ന് റാപ്പ് പാടിയുള്ള അപ്പോൾ നമുക്കിന്ന് എന്ത് മന്ത്രമാണ് പഠിക്കേണ്ടത്? നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം. What's the time now? Okay. മൃത്യുഞ്ജയ മന്ത്രം. എന്താണ് മൃത്യുഞ്ജയ മന്ത്രം? മൃത്യുഞ്ജയ എന്ന് പറഞ്ഞാൽ മൃത്യു ഇസ് death. Jaya means ജയിക്കുക. മൃത്യുഞ്ജയ മന്ത്ര means മരണത്തെ ജയിക്കുക.